നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പഞ്ചഭൂത ഉപാസനയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അതിൽ നമ്മൾ ആകാശത്തെ നിരീക്ഷിച്ചുകൊണ്ട് സ്വമേധയാ ഒരു ആകാശം നമ്മിൽ തന്നെ നിർമ്മിക്കപ്പെടുകയും അതിൻ്റെ ഉള്ളിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള സ്നാനം വിഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒരു ധ്യാനമാണ് പരിശീലിച്ചത്. ഇന്ന് അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ധ്യാനമാണ് അസാന്നിധ്യത്തിൻ്റെ അനുഭൂതി. അതായത് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ എന്തിനെയോ പ്രതീക്ഷിക്കുകയും മെനഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. റേക്കിയിൽ നമുക്ക് ദൃശ്യഗോചരമല്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. തന്നെയുമല്ല, നമ്മളുടെ ഊർജ കേന്ദ്രങ്ങൾ, ചക്രങ്ങൾ, സൂക്ഷ്മശരീരം, ഓറ ഇവയെല്ലാം തന്നെ ദൃശ്യഗോചരമല്ല. അങ്കുഷ്ടമാത്ര പുരുഷ, കാലിൻ്റെ പെരുവിരൽ മുതൽ സഹസ്രാരം വരെ വ്യാപിച്ചു നിൽക്കുന്ന, തലയുടെ ഉച്ചി വരെ വ്യാപിച്ചു നിൽക്കുന്ന ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു ലിംഗശരീരം നിനക്കുണ്ട്. ആ ലിംഗശരീരത്തെയാണ് സൂക്ഷ്മശരീരം അഥവാ ഓറ, ബയോപ്ലാസ്മിക് ബോഡി എന്നൊക്കെ പറയുന്നത്. പ്രധാനമായും രോഗത്തിൻ്റെ മൂല കാരണങ്ങളെല്ലാം തന്നെ ഈ സൂക്ഷ്മശരീരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധാപൂർവം മനസ്സ് വച്ച് കേട്ടിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് റേക്കിയുടെ ഫ്ലോ ഓഫ് എനർജി അതിൻ്റെ പീക്ക് ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സത്ത പ്രകാശമാണത്രേ. ബോധം പ്രകാശമാകുന്നു. ബോധമാണ് ഒരേയൊരു പ്രകാശം. അപ്പോൾ പ്യുവർ കോൺഷ്യസ്നെസ്, ബോധം, എനർജി കോൺഷ്യസ്നെസ് ആണ് നമ്മൾ. അത് യൂണിവേഴ്സൽ എനർജി കോൺഷ്യസ്നെസ്സിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന അമൂർത്തമായിട്ടുള്ള ഒരു അതിനെയാണ് പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം എന്നൊക്കെ പറയുന്നത്. അതൊരു പ്രകാശപൂർവമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. ബോധമാണ് ഒരേ ഒരു പ്രകാശം ആയിട്ട് ഉള്ളത്. ആ ബോധത്തിൻ്റെ പ്രകാശത്തിൽ നിന്നും ഒളികളായി, ദ്യുതികളായി പുറത്തേക്ക് വമിക്കപ്പെട്ടിരിക്കുന്ന രൂപഭംഗികളാണ് നാം കാണപ്പെടുന്ന ഈ മായക്കാഴ്ചകളെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് അബോധപൂർവമാണ്. എന്തിനെന്നറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നു. വെറുതെ നമ്മളിങ്ങനെ ഒരു അലക്ഷ്യമായിട്ടാണ് നമുക്ക് ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് നമുക്കെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്നത് നോയിസ്നെസ്, അതുപോലെ തന്നെ സിഗ്നൽസ് എന്നീ രണ്ട് തത്വങ്ങളുടെ ഇടയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ നോയ്സാണോ സിഗ്നൽസാണോ നമുക്ക് വേണ്ടത് എന്ന് കണ്ടെത്തുകയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു. ഈ സിഗ്നൽസാണ് നമ്മളെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവിലേക്ക് എത്തിച്ച് നമ്മളുടെ ശരീരം അതിനെ പരിപക്വമാക്കിയെടുക്കുന്നത് സിഗ്നൽസ് വഴിയാണ്. അതായത് ഒരു ഗ്രീൻ സിഗ്നൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനം, ഡിറ്റർമിനേഷൻ നമുക്കെടുക്കാൻ സാധിക്കും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഒരു ആകുലതയിൽ ജീവിക്കുന്ന ഒരു ജനതയായി മനുഷ്യ സമൂഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒട്ടുമിക്ക ദുര്യോഗങ്ങളുടെയും നിദാനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിദ്രാടനക്കാരാണ്, ഉറക്കം പോലെയാണ്. ആധ്യാത്മികമായ ഒരേ ഒരു രോഗം നിദ്രാടനമാണ്. ഈ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ജീവിത നിലവാരം കെട്ടിപ്പടുക്കുവാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒരു ഉറക്കത്തിലാണ്. എന്തോ ഒരു ചാരം മൂടിക്കിടക്കുന്ന നമ്മളുടെ ആ ഒരു ബോധമണ്ഡലത്തിൽ അതിനെ തുറന്ന് അതിനെ ഊതി, ആ ചാരം മൂടിക്കിടക്കുന്ന അതിനെ ഊതി ഉണർത്തിക്കഴിഞ്ഞാൽ ഒരു സ്പാർക്ക്
ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ മറ്റൊരു മേന്മ. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഒരു രോഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിദ്രാടനം എന്ന് പറയുന്ന ഈ അവസ്ഥ. ഉറക്കത്തിൽ നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നത് നമുക്കാണ് ഉള്ളത്. നമുക്ക് വേണ്ടത് കൂടുതൽ ബോധമുള്ളവരാവുക എന്നുള്ളതാണ്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ കൂടുതൽ ബോധ മണ്ഡലത്തിലേക്ക്, നമ്മൾ ഉത്ക്രാന്തിയിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം. ഇപ്പോൾ വസ്തുക്കളെ സംബന്ധിച്ച് ബോധവാന്മാരാവുക എന്നതാണ് തുടക്കം ഈ ധ്യാനത്തിൻ്റെ. നമുക്കൊരു വസ്തു, ആ വസ്തുവിൻ്റെ രൂപത്തെ നമുക്ക് ഭാവന ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ നമുക്ക് വളരെ ഇതാണ്. നമുക്ക് നമ്മളുടെ തൊട്ട് മുമ്പിലൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു മിറർ, ഫുൾ സൈസ് മിറർ കണ്ടിട്ട് അതിൽ നമ്മളുടെ രൂപം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രൂപം ഒരു ചവോട്ടിക് സൈസ് ഇമേജ് ആയിരിക്കും നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. സ്വന്തം രൂപം തന്നെ കണ്ണടച്ചിട്ട് ഒരു കണ്ണാടി മുമ്പിലുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് അതിനെ നോക്കിക്കാണാനുള്ള ഒരു കഴിവില്ലായ്മ, അത് ഏറ്റവും ദുർബലമായ ഒരു ബലഹീനതയാണ്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ ഇസോട്രിക് സയൻസ് ആയിട്ടുള്ള റേക്കി പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുക, നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരാവുക. കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ മെല്ലെ സ്മൈൽ ചെയ്യുക. ഇന്നർ സ്മൈലിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഇന്നർ സ്മൈലിംഗ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണാടിയിൽ നമ്മളുടെ രൂപം അത് സ്മൈൽ ചെയ്യും, നമ്മളെ നോക്കി ചിരിക്കും. അപ്പോൾ ആ രൂപത്തോട് മെല്ലെ പറയുക, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. വീണ്ടും രൂപത്തോട് പറയുക, യു ആർ ഓക്കെ, യു ആർ ഓക്കെ, യു ആർ ഓക്കെ. അപ്പോൾ തന്നെ നമ്മളൊരു ചൈതന്യം കൊണ്ട് നമ്മൾ നിറയും. സെൽഫായിട്ടുള്ള ഒരു ഇമേജ് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതൊരു മെഡിറ്റേഷണൽ പ്രാക്ടീസാണ്. ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം അതിങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എനർജറ്റിക് ആവും. എനർജി ലെവലിൽ നിങ്ങൾ ഇൻക്രീസ് ആവും, വളരും. അപ്പോൾ വസ്തുക്കളെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ വസ്തുക്കളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. അതായത് ഒരു വൃക്ഷത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ വൃക്ഷത്തെ കൂടുതൽ ജാഗ്രതയോടെ നിരീക്ഷിക്കുക. കുറച്ചു നേരം അവിടെ നിന്ന് മരത്തെ കാണുക. കണ്ണ് തിരുമിയതിന് ശേഷം വീണ്ടും നോക്കുക. കൂടുതൽ ജാഗ്രത സംഭരിച്ച് വൃക്ഷത്തെ നോക്കിക്കാണുമ്പോൾ വ്യത്യാസം തിരിച്ചറിയും. ആദ്യം ഒരു മരം ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ഏതോ ഒരു മരം നിൽക്കണു എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ കണ്ണടച്ച് കണ്ണ് തിരുമ്മി വീണ്ടും പതുക്കെ മെല്ലെ ഒന്ന് മുകളിലേക്ക് ഉയർന്നതിൻ്റെ ടോപ്പ് വരെ, റൂട്ട് മുതൽ ടോപ്പ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഭാവമാറ്റം അവിടെ സംജാതമാകും. ആ വൃക്ഷം നിങ്ങളുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ സമയത്ത് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതൽ ജാഗ്രത സംഭരിച്ച് വൃക്ഷത്തെ നോക്കിക്കാണുമ്പോൾ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. ബോധമുണരുമ്പോൾ ആ സമയത്ത് ഈ കണ്ണ് അടച്ച് തിരുമ്മി തുറന്ന് വീണ്ടും നോക്കുമ്പോൾ നിങ്ങളുടെ ബോധമുണരുന്നു. നിങ്ങളിലുണ്ടായിരുന്ന അന്യ ചിന്തകളെല്ലാം തന്നെ മാറിപ്പോയി വൃക്ഷവും നിങ്ങളും തനിയെ ആയിത്തീരുന്നു. ബോധമുണരുമ്പോൾ പെട്ടെന്ന് വൃക്ഷം വ്യത്യസ്തമായതായി നിങ്ങൾക്ക് കാണപ്പെടും. അത് കൂടുതൽ ഹരിതവും കൂടുതൽ ജീവസുറ്റതായും കൂടുതൽ സുന്ദരവുമാണിപ്പോൾ. വൃക്ഷത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അത് സംഭവിച്ചത് നിങ്ങൾക്കാണ്. മാറ്റം സംഭവിച്ചത് നിങ്ങൾക്കാണ്. നേരത്തെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന വൃക്ഷം തന്നെയാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. പക്ഷേ അതിനൊരു കുളിർമ, ഒരു ഗ്രീനറി, അതിനൊരു പുതുമ, ഒരു ഉന്മേഷം ആ വൃക്ഷത്തിന് വന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യമാകും. അത് ബോധ്യമായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ അസ്തിത്വം പൂർണ്ണമായും നോട്ടത്തെ ആസ്പദിച്ചിരിക്കുന്നു നോട്ടത്തെയാണ് ആസ്പദമാക്കിയിട്ടാണ്
ഇരിക്കുന്നത്. പുഷ്പത്തെ നോക്കുക. നിങ്ങളുടെ അസ്തിത്വം പൂർണ്ണമായും നോട്ടത്തെ ആസ്വദിച്ചിരിക്കുന്നു എന്ന് വേണം. ഒരു പുഷ്പത്തെ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ജാഗ്രത അത്രയും പുഷ്പത്തിൽ അർപ്പിക്കുക. പെട്ടെന്ന് തന്നെ പുഷ്പത്തിന് രൂപാന്തരം സംഭവിക്കും. അതിങ്ങനെ മെല്ലെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും, അനങ്ങാൻ തുടങ്ങും നിങ്ങളുടെ നോട്ടത്തിൻ്റെ ശക്തിയിൽ. അത് കൂടുതൽ പ്രഭാപൂരിതമാകുന്നു. അതിൻ്റെ ആ ഒരു ജാസ്മിൻ സ്മെല്ലോടുകൂടിയ ആ ഒരു ഫ്ലേവർ എനർജി അതിങ്ങനെ മെല്ലെ ഇങ്ങനെ ഒരു ഹോർമോൺസ് അതിങ്ങനെ പുറപ്പെടുവിക്കാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് ചിരന്തനമായത്, അതിൻ്റെ പൂർണ്ണത, സമഗ്രത ദർശിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിരന്തനമായ ഒരു ഒരു സ്വത്വമായി ഈ ഭൂമിയിൽ അവതരിപ്പിച്ചതായിട്ട് നിങ്ങൾക്കത് അനുഭവപ്പെടും. അപ്പോൾ പരിചിതമായൊരു മുഖത്തെ ജാഗ്രതയോടെ വീക്ഷിക്കുകയും അതേപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യുക. ഇത് തന്നെയാണ് ജീവിതത്തിൽ ആളുകളുമായിട്ടുണ്ടാകുന്ന ഇൻട്രാക്ഷൻസ്, ഇടപെടലുകൾ ഇതിലും വേണ്ടുന്നത്. അപ്പോൾ പരിശീലനം ചെയ്യുന്ന ഹീലേഴ്സ് ആളുകളെ നമുക്ക് പൂർണ്ണ ബോധത്തോടെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ പരിചിതമായൊരു മുഖത്തെ ജാഗ്രതയോടെ വീക്ഷിക്കുകയും അതേപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യുക. പെട്ടെന്ന് തന്നെ ശരീരത്തിന് അപ്പുറമുള്ളതും ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതുമായ മറ്റെന്തോ നിങ്ങളുടെ കണ്ണുകൾക്ക് വിഷയീഭവിക്കും. ശരീരത്തിന് ചുറ്റും ആത്മീയതയുടെ ഒരു പരിവേഷമുണ്ടായിരിക്കും. പ്രിയങ്കരമായ മുഖം ദൈവീകതയുടെ മുഖമായിത്തീരുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ നിരീക്ഷിക്കുക. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രതയോടെയും തിരിച്ചറിവോടെയും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യരെ, മറ്റ് ഇതര ജീവികളെ, അതുപോലെ തന്നെ വൃക്ഷത്തെ, ഇവയെല്ലാം ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുക, അങ്ങനെ നോക്കി പരിശീലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഓറ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓറയുടെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതുമല്ലേ ആരോഗ്യവൽക്കരിക്കപ്പെടും. അങ്ങനെ നിങ്ങളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി നിങ്ങളിൽ വന്നു തുടങ്ങാൻ തുടങ്ങും. ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ഡീപ്പ് ബ്രീത്ത് 3 പ്രാവശ്യം. ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. കണ്ണടച്ചിരിക്കുക. അതിനുശേഷം നിങ്ങളൊരു മഴ ആദ്യമായിട്ട് പെയ്ത് മണ്ണിൽ വീഴുമ്പോൾ മണ്ണിനൊരു ഗന്ധമുണ്ടാകും. പുതുമഴ പെയ്യുന്ന ഒരു ഗന്ധം. അതിങ്ങനെ ഘ്രാണശക്തി ഉപയോഗിച്ചിങ്ങനെ വലിച്ചെടുക്കുക. മഴയില്ലെങ്കിലും പുതുതായിട്ട് മഴ പെയ്തില്ലെങ്കിലും പണ്ടെങ്ങോ പെയ്തു പോയ മറുപാതി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതിന് പൂർവ്വകാലത്തെങ്ങോ പെയ്തു പോയ മഴയുടെ ഗന്ധം പ്രകൃതിയിൽ എവിടെയോ ഇപ്പോഴും അത് മറഞ്ഞിരിക്കുന്നുണ്ട്. ആ സാന്നിധ്യത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് സ്വാംശീകരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ഘ്രാണശക്തി ഉപയോഗിച്ച് നിങ്ങൾക്കതിനെ സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കണ്ണടച്ച് ധ്യാനിക്കുക. പുതുമഴ പെയ്യുന്ന ഗന്ധമല്ലേ ശ്വസിക്കുക. നിങ്ങൾക്ക് ആ സാന്നിധ്യം, നിങ്ങൾക്ക് അതിൻ്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഗന്ധം, ഇപ്പോൾ മഞ്ഞളിൻ്റെ ഗന്ധം, ടർമറിക്, നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്ന ഒരിതാണ്. അതിനകത്ത് ഒരുപാട് ഔഷധ മൂല്യങ്ങൾ ഉള്ള ഒരു വസ്തുവാണ്. നിങ്ങൾ സ്മൃതിയിൽ നിന്നിങ്ങനെ മെല്ലെ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക. അതിൻ്റെ ഗന്ധം നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഇളങ്കാറ്റ്
ജെൻറ്റിൽ ബ്രീസ് ഒഴുകി വരുന്നു. അതോടൊപ്പം തന്നെ ആ ഗന്ധം നിങ്ങളെ ഇങ്ങനെ തുളച്ച് കയറാൻ തുടങ്ങും, ഇടിച്ച് കയറാൻ തുടങ്ങും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, പരിശീലിച്ച് നോക്കുക. ഇപ്പോൾ 2 ധ്യാന പരിശീലനം ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു. അപ്പോൾ വൃക്ഷത്തിലിരുന്ന് ഒരു പക്ഷി പാടുന്നു. ഇനി മറ്റൊരു ധ്യാനമാണ് അതിനകത്ത് തന്നെയുള്ളത്. അപ്പോൾ പക്ഷിയെ നിരീക്ഷിക്കുക. ആ പാടുന്ന ആ പാട്ടിൽ നിങ്ങൾ ശ്രദ്ധാലുവാകുക. നിങ്ങളും പക്ഷിയുടെ പാട്ടും മാത്രം നിലനിൽക്കുന്നു. നിങ്ങളും പക്ഷിയുടെ പാട്ടും മാത്രം നിലനിൽക്കുന്നു. സത്തയുടെ ശ്രദ്ധ കേന്ദ്രം പക്ഷിയുടെ കൂജനം മാത്രമാകുമ്പോൾ വ്യത്യാസം അനുഭവവേദ്യമാകും. ആദ്യം നിങ്ങൾക്കൊരു പക്ഷി കരയുമ്പോൾ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് നോയ്സായിട്ടാണ് ആദ്യം വരുന്നത്. പിന്നീടത് സിഗ്നൽസായിട്ടത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആ പക്ഷി നിങ്ങളെക്കുറിച്ച് എന്തോ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡിനെ കുറിച്ചായിരിക്കാം പറയുന്നത്, കാർമിക് എപ്പിസോഡിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങളതിനെ ശ്രദ്ധാപൂർവം കാതോർക്കുക. എന്നിട്ട് അല്പസമയം മൗനമായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നൽസ് ലഭ്യമായി തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഓർക്കസ്ട്രേറ്റ് നിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. ഇതിനെയാണ് ട്രാൻസെൻഡൽ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന അതിൽ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ എന്തിനേയും ധ്യാനിക്കുക, എന്തിനേയും ട്രാൻസായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ ഈ നോയ്സ് പിന്നീട് അത് സിഗ്നൽസായിട്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രോഗികളെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡഡ് ഹീലിങ്ങിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഹീലിങ്ങിനെ കുറിച്ചോ ഇല്ലെങ്കിൽ ശാസ്ത്രീയമായ അവബോധമോ ഒന്നും തന്നെയില്ല. പക്ഷെ നിങ്ങൾ കൈ ഇങ്ങനെ ഓറയിലോ ശരീരത്തിലോ ചക്രങ്ങളിലോ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ഗൈഡഡ് ഹീലിങ്ങിന്, അതായത് കൈകൾ തന്നെ ഗൈഡായിട്ട് ഇങ്ങനെ പോകും. റേക്കി എന്ന് പറയുന്നൊരു ഇൻ്റലിജൻ്റ് എനർജിയാണ്. അത് എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് ആ ഭാഗത്തേക്ക് നിങ്ങളുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്യും, തനിയെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഈ ശബ്ദത്തെ നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞ് നിങ്ങൾ സിഗ്നൽസിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സിഗ്നൽസാണ് നിങ്ങളുടെ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നീട്. അപ്പോൾ കൈകൾ രോഗമുള്ള ഭാഗത്തേക്ക് പോവുകയും ആ സ്ഥലത്ത് നമുക്ക് കൂടുതൽ സമയം ഊർജത്തെ സന്നിവേശിപ്പിക്കാനും അങ്ങനെ രോഗി പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാനും സുഖം പ്രാപിക്കാനുമുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും. അപ്പോൾ ഇനി രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സൂക്ഷ്മമായിട്ട് ഈ ശബ്ദത്തെ നിങ്ങൾ നിരീക്ഷിച്ച് പക്ഷി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു. ഇനി പാട്ടില്ല, പാട്ട് തീർന്നു, ശബ്ദം നിലനിൽക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പക്ഷിയും അതിൻ്റെ കൂജനവും നിങ്ങളുടെ സത്തയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതില്ലെങ്കിലും ആ കൂജനം നിങ്ങൾക്കിങ്ങനെ അലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടത് കേട്ടുകൊണ്ടിരിക്കാം, ഇല്ലാതെ തന്നെ. അപ്പോൾ പക്ഷിയും നിങ്ങളും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഗാനം നിലച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അസാന്നിധ്യത്തിന് കാതോർക്കുക. അപ്പോൾ അതിൻ്റെ മറുപാതിക്ക്, ഇല്ലായ്മ എന്നാണ് മറുപാതി എന്ന് പറയുന്നത്. ആ ശബ്ദമില്ലായ്മയിലേക്ക് നിങ്ങൾ കാതോർക്കുക. അപ്പോൾ വിഷയം കൂടുതൽ ഉദാത്തമായിത്തീരും. വീണ്ടും വീണ്ടും ആ പക്ഷിയുടെ ആ കൂജനത്തിൻ്റെ സ്പന്ദം നിങ്ങളുടെ ചെവിയിലിങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലോകത്തിലുള്ള ഏത് ശബ്ദങ്ങളെയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനുള്ള ഒരു കഴിവെത്തും. ഇപ്പോൾ പഞ്ചഭൂത ഉപാസനയിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സ്വന്തം ബോധത്തെ, ഞാൻ ആരാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു
ഉൾക്കാഴ്ച നിങ്ങളിൽ വളർന്നു വരും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഒരു ഗാനം നിലയ്ക്കുമ്പോൾ അത് അന്തരീക്ഷത്തിന് ഒരു ഗുണം സംഭാവന ചെയ്തുകൊണ്ടാണ് ഇല്ലാതാകുന്നത്. അഭാവം അത് വീണ്ടും പഴയതുപോലെ ആകില്ല. ഒരു ഗാനം നിലയ്ക്കുകയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്തത് കാരണം അന്തരീക്ഷം പാടെ വ്യത്യസ്തമായി തീരുന്നു. ഇനി ഗാനത്തിൻ്റെ അഭാവത്തെ നിരീക്ഷിക്കുക. അസ്തിത്വം പൂർണ്ണമായും ഗാനത്തിൻ്റെ അഭാവത്തിൽ നിറഞ്ഞിരിക്കുന്നു. അത് ഏത് ഗാനത്തെക്കാളും മധുരതരമാണ്. എന്തെന്നാൽ അത് നിശബ്ദതയുടെ സംഗീതമാണ്. ഒരു ഗാനം ശബ്ദവീചി നിശബ്ദതയെ ഉപയോഗപ്പെടുത്തുന്നു. ഒരു പക്ഷി പാടിക്കഴിഞ്ഞാൽ പിന്നെ നിശബ്ദത ഗാഠതരമാകും. അതിനെ ജാഗ്രതയോടെ നിരീക്ഷിക്കാനും മനനത്തിനും വിധേയമാക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുന്നത് വളരെ ഉദാത്തമായ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി നടന്നു നീങ്ങുകയാണെന്നിരിക്കട്ടെ, അയാളെ നിരീക്ഷണ വിധേയമാക്കുക. അയാൾ സ്ഥലം വിട്ടുകഴിഞ്ഞാൽ അയാളുടെ അഭാവത്തെ നിരീക്ഷിക്കുക. അയാൾ എന്തോ അവശേഷിച്ചിട്ടാണ് നമ്മളുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ പരിസരത്ത് നിന്നും മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ അയാളുടെ ഊർജം ആ മുറിയെ മാറ്റി തീർത്തിട്ടുണ്ട്. അത് ഇനി ഒരിക്കലും പഴയ മുറിയായിരിക്കുകയില്ല. അപ്പോൾ ഒരു ആളെ കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടാകും. കണ്ടുമുട്ടലുകളെല്ലാം തന്നെ എന്തിൻ്റെയോ ഒരു നിമിത്തമായിട്ട് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ശ്രവണത്തെയും അതുപോലെ മനനത്തെയും ഘ്രാണത്തെയും ഒക്കെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഗന്ധത്തെയും ഇതുപോലെ തന്നെ പറഞ്ഞു. ഗന്ധത്തെയും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രോഗനിവാരണ മാർഗം ഉണ്ടാക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഈ ധ്യാന പരിശീലനം കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു ധ്യാനത്തിലേക്ക് കടക്കാം. കണ്ണടച്ചിരിക്കുക. ഡീപ് ബ്രീത്ത്. ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ. കൗണ്ട് ഡൗൺ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Focus your attention on your forehead. Observe the right hemisphere. Then chanting the Polynesian song, He lo, ki lo, mana, ho lo, se he ki so hum. He lo, ki lo, mana, ho lo, se he ki so hum. He lo, ki lo, mana, ho lo, se he ki so hum. He lo, ki lo, mana, ho lo, se he ki so hum. ഇനി നിങ്ങളൊരാഗ്രഹം ഇതിൻ്റെ പിന്നിൽ വയ്ക്കുക. ഈ 3 പ്രാവശ്യം ഈ ചാൻറ്റിങ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം അതിൻ്റെ പിന്നിൽ വയ്ക്കുക. അതിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോയി അത് സഫലീകരിച്ച് വരുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. അതിനെ സ്മെൽ ചെയ്യുക. നിങ്ങൾക്കൊരു കാറ് വേണം. കാറിനെ നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്നത് ഭാവനയിൽ കാണുക. നിങ്ങൾക്ക് രോഗം മാറി ഹെൽത്ത് വൈസ് ഓക്കെ ആവണം. അപ്പോൾ ഇങ്ങനെ ചടഞ്ഞുകൂടി ഒടിഞ്ഞു കുത്തി നടക്കുന്ന നിങ്ങൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നതായിട്ട് എല്ലാ ജോലിയും നല്ല രീതിയിൽ കർമ്മ മേഖല ആരോഗ്യത്തോടെ നിന്ന് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഭാവനയിൽ കാണുന്നു. അപ്പോൾ എല്ലാം ഭാവനയാണ്. റേക്കി ഒരു ഭാവനാശാസ്ത്രമാണ്. നിങ്ങളും ഒരുപക്ഷെ ഒരു ഭാവനയാണ്, ഞാനും ഒരു ഭാവനയാണ്. അപ്പോൾ ഈ ഭാവനയുടെ ആ ഒരു ഇതിൽ നമുക്ക്
ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റേക്കി അതിനുതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.